ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ബാലൻ. ഞാൻ നോക്കുമ്പോൾ ചിദംബരൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പുതിയ മൂവി വരുന്നു. വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലീസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും മൂവി പോയി കാണാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിദംബരത്തിൻ്റെ ഞാൻ മുന്നുള്ള മൂവീസൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. ജാനമൻ, മഞ്ഞുമൽ ബോയ്സ്. ജാനമനൊക്കെ ഞാൻ കണ്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിദംബരത്തിൻ്റെ മൂവീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫ് എങ്ങനെയാണോ അത് കൃത്യമായിട്ട് ഒപ്പി നമ്മളിലേക്ക് മൂവിയിലൂടെ എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ വേ ഓഫ് ഫിലിം മേക്കിംഗ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്യാരക്ടറായാലും ഒരു സ്റ്റോറി ആയാലും എന്തോ ആയിക്കോട്ടെ, അത് റിയൽ ലൈഫിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് സിനിമയാക്കുന്ന പോലെയാണ് ആളുടെ മൂവീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാലൻ എന്ന ഈ മൂവിയിലേക്ക് വരുമ്പോൾ ചിദംബരത്തിൻ്റെ തന്നെ മുന്നുള്ള 2 മൂവീസിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ മൂവിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആളുടെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ്, ആർട്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. ബട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഈ മൂവി. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മൂവിയുടെ ഫസ്റ്റ് ഹാഫ് വരും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടിരുന്നത്. ഒരു മിക്ക അവാർഡും പടം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഞാൻ പേഴ്സണലി ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് അവാർഡ് പടങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ബട്ട് അങ്ങനത്തെ പടങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ ക്ഷമിച്ചിരുന്ന് കാണാനുള്ള ക്ഷമയില്ല കേട്ടോ. വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. എന്തായാലും അങ്ങനത്തെ പടങ്ങൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഈ മൂവിയും അതേപോലെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിങ്ങനെ മൂവി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മൂവിയുടെ സ്റ്റോറി, മൂവിയുടെ മേക്കിംഗ്. ആ മേക്കിംഗ് കൊണ്ടാണ് കൂടുതലും എന്നെ പിടിച്ചിരുത്തിയിട്ട് ഈ മൂവി. ഇമോഷണൽ ഡ്രാമ, സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ളൊരു ജോണർ പോലെയൊക്കെ തന്നെയാണ്. അങ്ങനത്തെ ഒരു മൂവിയിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, അതൊക്കെ തന്നെയാണ് ഈ മൂവിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊച്ചു മൂവി. അങ്ങനെ വേണം പറയാം. ഒരു ചെറിയ പയ്യൻ്റെ കഥ. ഈ മൂവിയിലെ ക്യാരക്ടേഴ്സൊക്കെ നോക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ പയ്യനായിട്ട് അഭിനയിക്കുന്ന കുട്ടീൻ്റെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മുഖമുള്ള പയ്യനായിട്ട്. അവന് അങ്ങനെ ഡയലോഗ്സ് ഒന്നുമില്ല, ബട്ട് അടിപൊളിയായിരുന്നു. അവൻ കുറച്ച് വലുതായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന പയ്യൻ അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ ഇതിൽ അമ്മയായിട്ട് വരുന്ന ക്യാരക്ടർ കിടിലമായിരുന്നു. കുറേ ക്യാരക്ടേഴ്സൊക്കെ പുതിയ ക്യാരക്ടേഴ്സാണ്. അതേപോലെ തന്നെ ജീൻ പോൾ ലാൽ ചെയ്യുന്ന ഒരു പോലീസ് കഥാപാത്രമുണ്ട്, പവിത്രൻ എന്നാണ് പേര്. ആ ക്യാരക്ടറും അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ടോവിനോ തോമസ് ഉണ്ട് കേട്ടോ അതിൽ. ടോവിനോ തോമസ് വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയിപ്പോയി. ടോവിനോ തോമസിന്റെ ക്യാരക്ടർ കിടിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ തോമസ് മുന്നേ ചെയ്ത മൂവീസിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരു അത്ര മെയിൻ കഥാപാത്രമായിട്ട് അല്ല ടോവിനോ ഇതിലുള്ളത്. ഈ മൂവിയിലെ ഒരു കഥാപാത്രം തന്നെ, അത്രേ ഉള്ളൂ. ബട്ട് ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ക്യാരക്ടറിന്റെ മാനറിസം, എന്താണ് ആ ക്യാരക്ടർ, അത് പക്ക അതേപോലെ ടോവിനോ തോമസ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കണ്ടുമുട്ടി സംസാരിച്ചവർക്കറിയാം അവരെങ്ങനെയാണ്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സംസാര രീതി, അങ്ങനെ റിയൽ ലൈഫിൽ നിന്ന് ഒപ്പിയെടുത്തിട്ട് നമ്മളിലേക്ക്, ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ചുരുക്കം മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ക്യാരക്ടറായിട്ട് ടോവിനോ തോമസിനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ. അതേപോലുള്ള ഒരു ക്യാരക്ടറാണ് ടോവിനോ തോമസ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ മൂവി കാണുന്നതിന് മുൻപ് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോവിനോ തോമസിന് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ പറ്റും, ആള് ചെയ്യും, അങ്ങനത്തെ ഉള്ളൊരു ആൾക്ക് അഡാപ്റ്റ് ആയ ക്യാരക്ടർ ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഒരു കഥാപാത്രമാണ് ടോവിനോ ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്താണ് ആളുടെ മാനറിസം, എങ്ങനെയായിരിക്കും ആളുടെ സംസാര രീതി, അതൊക്കെ തന്നെ ശരിക്കും ഒരു റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ടോവിനോ പക്കയായിട്ട് ഈ മൂവിയിൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ ഇരുത്തായാലും കിടന്നുറങ്ങണ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ പക്ക ഒരു ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തിരിക്കുകയാണ്. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയായി പോയി. ടോവിനോ തോമസ് ഓൾറെഡി ഹീറോ ആയിട്ട് ആക്ട് ചെയ്ത് വരുന്നൊരു ടൈമാണ് പല മൂവീസിലും. നല്ലൊരു ക്യാരക്ടർ നോക്കി സെലക്റ്റീവായിട്ട് എടുത്ത് വരുമ്പോൾ ഇങ്ങനൊരു കഥാപാത്രമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കില്ല. ബട്ട് ഒരു ആക്ടറായ ഇങ്ങനെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കണം. നമുക്ക് അറിയാം, നമ്മുടെ മലയാളത്തിൽ തന്നെ കുറേ ആക്ടേഴ്സ് പല പല, ഇപ്പോൾ ഹീറോ, വില്ലൻ, അതേപോലെ കോമഡിയൻ, സൈഡ് ക്യാരക്ടർ, അങ്ങനെ പല പല ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് നമ്മൾ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ എപ്പോഴും ഹീറോ ആയിട്ട് വരാതെ ഇടയ്ക്ക്
ഇതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് ആ ഒരു ആക്ടറിന്റെ സൈഡിൽ നോക്കുമ്പോൾ അത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ ക്യാരക്ടർ മാറാണ്, അങ്ങനെ കുറെ ആ ക്യാരക്ടറിലേക്ക് ആവാനുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരിക്കും. ബട്ട് അതൊരു മൂവി എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ അടിപൊളിയാണ്. അപ്പൊ അതാണ് എനിക്ക് ഈ ടോവിനോ തോമസിന്റെ ക്യാരക്ടർ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ആക്ടേഴ്സിന്റെ എക്സ്പ്രഷൻസും ആ മൂവിയുടെ മേക്കിംഗ് കൊണ്ടൊക്കെ അധികം ഡയലോഗ് ഒന്നും ഇല്ലാതെ നമ്മളോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഇതിലുണ്ട്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയില്ലേ, ആ സീൻസും വിഷ്വൽസും ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ മൂവിയിലൊരു മിസ്റ്ററി, സൈക്കോളജിക്കൽ, ത്രില്ലർ, ഡ്രാമ, ഇതൊക്കെയാണ് ഈ മൂവിയിൽ കൊണ്ടുവരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂവി, കുഴപ്പമില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചാണ്, വർത്തിട്ടാണ്. ആ മേക്കിംഗ്, ഒരു ഫിലിം മേക്കിംഗ്, മലയാള ഇൻഡസ്ട്രിയുടെ ഒരു മേക്കിംഗ് ഓഫ് ക്വാളിറ്റിയിൽ അത് ആണ് ഈ മൂവിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.